Hi friends, Assalamu alaikum. Bismi കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പച്ചമുളകും ഈത്തപ്പഴമൊക്കെ വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്ക് ചോറിനും കഞ്ഞിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഒരു കറികളും ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു അച്ചാർ മാത്രം കൂട്ടിയിട്ട് നമുക്ക് ചോറായാലും കഞ്ഞി ആയാലും നമുക്ക് കഴിക്കാൻ പറ്റും. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയമായി തുടങ്ങിയില്ലേ, ആ സമയത്ത് നമുക്കിത് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ചോറിന് കഴിക്കാൻ നമുക്കിത് കൊടുത്തു വിടാവുന്നതാണ്. അപ്പോൾ നമുക്ക് പച്ചമുളകും ഈത്തപ്പഴവും വേണം. അപ്പോൾ ഞാനിതിലേക്കൊരു 22 ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 10 പച്ചമുളകും എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഞാൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു അച്ചാറിന് നമുക്ക് ഒരുപാട് ഇഞ്ചിയാണെങ്കിലും ഒരുപാട് വെളുത്തുള്ളിയും വേണ്ട. പിന്നെ ഇതൊരു വലിയ ഉണ്ട വെളുത്തുള്ളിയാണ്. ഒരു 25 വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. സാധാരണ ഉണ്ട വെളുത്തുള്ളിയിൽ 20 ഉണ്ടാവുള്ളൂ. ഇത് വലുതായപ്പോൾ ഒരു 25 ഉണ്ട് കണ്ടോ, ഈ വലുപ്പത്തിൽ. അപ്പോൾ ഇതും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്ന പൊടികളൊക്കെ ഞാൻ ചേർക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാനൊരു മൺചട്ടിയിലാണ് ഇത് വെക്കുന്നത്, അച്ചാറുണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതെ ചട്ടിയിൽ നിന്ന് പുകയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിത് വെളിച്ചെണ്ണയിൽ ചെയ്യണ്ട കേട്ടോ. വെളിച്ചെണ്ണയിൽ ചെയ്താൽ കൂടുതൽ ദിവസം ഇരിക്കില്ല. ഇപ്പോൾ നമുക്കിത് നല്ലെണ്ണയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ഓയിലിൽ വേണമെങ്കിലും ചെയ്യാം. ഈ ഓയിലൊന്ന് ചൂടായി വരട്ടെ. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇവിടെ ഓയിൽ അത്യാവശ്യം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്കൊരു 1.5 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ കടുക്. അപ്പോൾ അതേ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കണം. അത് ഞാനൊരു 3/4 ടീസ്പൂൺ ഉലുവയാണ് എടുക്കുന്നത്. ഉലുവയുടെ അളവ് ഒരിക്കലും കൂടി പോകണ്ട. സാധാരണ നമ്മൾ അച്ചാറുണ്ടാക്കുന്ന സമയത്ത് ഉലുവയുടെ പൊടിയൊക്കെ ചേർക്കും, പിന്നെ ഉലുവ കുറച്ച് കൂടുതൽ ചേർക്കും. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു ഈത്തപ്പഴവും പച്ചമുളകും നമ്മൾ അച്ചാറിടുന്നതിലേക്ക് നമുക്ക് ഉലുവ വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അതേ ഉലുവയുടെ ഇവിടെ പൊട്ടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഉലുവയും പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മളിവിടെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി ഞാൻ കട്ട് ചെയ്യുന്നൊന്നുമില്ല. ഇതിങ്ങനെ നമുക്ക് എടുത്ത് കഴിക്കാനും അച്ചാറിൽ നിന്ന് എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ വെളുത്തുള്ളി അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ആ പച്ച ചുവന്ന് പോകുമ്പോളം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിലേക്ക് വെക്കണ്ട. പ്രത്യേകിച്ച് മൺചട്ടി ആയതുകൊണ്ട് അത്യാവശ്യം ഒരു ചൂട് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചാലും ചൂടിങ്ങനെ നിൽക്കും. അപ്പോൾ അത് നമുക്ക് ഈ ഒരു മീഡിയം ഫ്ലെയിം മാത്രം മതി. ഇനി ഇതാ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചച്ചുവ പകുതിയോളം പോയിട്ടുണ്ട്. ആ സമയത്ത് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ പച്ചമുളകില്ലേ, അത് ഇങ്ങനെ മുഴുവത്തോടെ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് വാടി വരികയും പിന്നെ അച്ചാറിൽ കിടന്നിട്ട് ഇത് സോഫ്റ്റ് ആകുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നല്ല എരിയുള്ള മുളകാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 10 എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് എരിവ് കുറവുള്ള മുളകാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു 4-5 ഒക്കെ കൂടുതൽ എടുത്തോളൂ. ഈ മുളക് നമ്മൾ അച്ചാറിൽ നിന്ന് അങ്ങനെ എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തും ചേർക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ചേർത്താലും മതിയാകും കേട്ടോ. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചൊക്കെ മാറ്റി മറിച്ചൊക്കെ ചെയ്യാം. അപ്പോൾ നോക്കാം, നമ്മുടെ മുളകിൻ്റെയൊക്കെ കളർ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കിയാലും മതിയാകും. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികൾ ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഒരു വലിയ സ്പൂണിന് 1 സ്പൂണ് മുളക് പൊടി എന്ന് പറഞ്ഞാൽ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അത് ചേർത്തിട്ട് നമുക്കിതൊന്ന് ഈ പൊടികളുടെ പച്ചക്കുത്ത് പോകുമ്പോൾ മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ അതെ ആ പൊടികളുടെ പച്ചക്കുത്തൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സുർക്കയാണ്. സുർക്ക എന്ന് പറഞ്ഞാൽ വിനാഗിരിയാണ് എടുത്തിട്ടുള്ളത്. അതെ 1/4 കപ്പ്, മെഷർമെൻറ്റ് കപ്പിൽ 1/4 കപ്പ്. ഇതില്ലെങ്കിൽ ഒരു ചായ കുടിക്കുന്ന ചെറിയ ഗ്ലാസ്സിലൊരു 1/4 ഗ്ലാസ് ചേർത്ത് കൊടുത്താൽ മതി. സാധാരണ നമ്മൾ അച്ചാറുണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം വിനാഗിരി ചേർത്ത് കൊടുക്കൂലേ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരുപാട് വിനാഗിരിയുടെ ആവശ്യമില്ല. അപ്പോൾ ആ വിനാഗിരിയുടെ ഒരു കുത്തും പുളിയൊക്കെ കൂടുതലായിരിക്കും ഈത്തപ്പഴ അച്ചാറിലേക്ക്. അപ്പോൾ നമ്മൾ 1/4 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്.
പിന്നെ നമ്മളിതിലേക്ക് തിളച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി ആ വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാനൊരു അരക്കപ്പ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മുഴുവനായിട്ടും ചേർക്കണ്ട, കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇളക്കിയിട്ട് നമുക്ക് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 2 സ്പൂണോളം വരുന്ന വെള്ളം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൈയളവിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കി വായിലൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഒന്ന് പോരാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. എനിക്കൊരല്പം ഉപ്പ് കൂടെ വേണം. അപ്പോൾ ഇത്രയും കൂടി ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇനി നമുക്കിതിലേക്ക് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ അവസാനമാണ് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായം എടുത്തിട്ടുണ്ട്, മുഴുവനായിട്ട് ചേർക്കുന്നില്ല. അപ്പോൾ നോക്കാം, 1/2 ടീസ്പൂണിൽ ഒരു പിഞ്ചൊക്കെ കമ്മിയുണ്ട്, ഒരല്പം കമ്മിയൊക്കെ ചേർത്താൽ മതി. ഇനി ഇതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം, ഒരു മീഡിയം. ഇപ്പോൾ ലോ ഫ്ലെയിമിലല്ലേ, ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ കണ്ടോ, തിളക്കൽ കൂടി വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള ഈത്തപ്പഴം, ഈ ഞാൻ എടുത്തിട്ടുള്ള ഈത്തപ്പഴം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴമാണ് കണ്ടോ. കൈ കൊണ്ട് ഇങ്ങനെ നെക്കിയാൽ ഇങ്ങനെ കുഴഞ്ഞു വരുന്ന സൈസ് ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും. കുറച്ച് ഹാർഡായിട്ടുള്ള ഈത്തപ്പഴമാണെങ്കിൽ എന്താ പറയുക, അതിലും കുറച്ചുകൂടി നല്ലത് കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടുന്ന ഈത്തപ്പഴമാണ്. ഹാർഡായ ഈത്തപ്പഴമാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം കൂടുതൽ ചേർത്താൽ മതി കേട്ടോ. തിളച്ച വെള്ളം കൂടുതൽ ചേർത്തിട്ട് ഒരു ഇപ്പോൾ 1/2 കപ്പ് ചേർക്കുന്നുണ്ടെങ്കിൽ അതിലൊരു 3-4 സ്പൂൺ കൂടി അധികം ചേർക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ഈത്തപ്പഴം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരു 5 മിനിറ്റൊക്കെ വെക്കുന്ന സമയത്ത് തന്നെ ഈത്തപ്പഴം സോഫ്റ്റായി കിട്ടിക്കോളും. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് തിളച്ച് ഒന്ന് സോഫ്റ്റായി വരട്ടെ. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. നല്ലൊരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടോ, ഈത്തപ്പഴമൊക്കെ നോക്കാം, നല്ലതാ വലിഞ്ഞ് ഇത് കണ്ടോ ഇങ്ങനെ ആയി വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ അത്രയും സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 4 മിനിറ്റൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചു, പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി. കണ്ടോ, ഇപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയം കണ്ടോ, മുളക് വരെ ഇപ്പോൾ അത് വെന്തിട്ട് പൊട്ടി എൻ്റെ മുളക് തരിയൊക്കെ പുറത്ത് വരാൻ തുടങ്ങി. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ചേരുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ ശർക്കര ഒന്ന് ചീകി എടുത്തിട്ടുള്ളതാണ്, പൊടിച്ചെടുത്താലും മതി. ഇപ്പോൾ ഇതുണ്ടോ 1 ടേബിൾ സ്പൂൺ, ഇത്രയും മാത്രം മതി. കൂടുതൽ മധുരം വേണ്ട. ഇത്തപ്പഴം അത്യാവശ്യം നല്ല മധുരമുള്ളതല്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ടാണ്. പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. പഞ്ചസാരയൊക്കെയാണ് ടേസ്റ്റ് കൊടുക്കുന്നത്, ഈ ഒരു ശർക്കരയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചേർത്തിട്ട് ഇതൊന്ന് സോഫ്റ്റ് ആകുമോളം, ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്, സോഫ്റ്റ് ആകുമോളം മാത്രം ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ തന്നെ ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി മണമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ അച്ചാർ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ റെഡിയാക്കി നോക്കുന്നുണ്ടോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി അച്ചാറാണ്. ആവശ്യത്തിന് പുളിയും എരിവും മധുരവും ഒക്കെയുള്ള ഒരു അച്ചാർ, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ റെഡിയാക്കി നോക്കണം കേട്ടോ. റെഡിയാക്കി നോക്കിയിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയാൻ മറക്കരുതേ. പിന്നെ ഇത് നമ്മൾ ഈത്തപ്പഴം നമ്മൾ ചെറുനാരങ്ങയൊക്കെ ചേർത്തിട്ടും അച്ചാർ ഉണ്ടാക്കും അല്ലേ. അപ്പോൾ ആ ഒരു റെസിപ്പി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ആ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അതും കൂടി ചെയ്ത് കാണിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു നാരങ്ങ അച്ചാർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ്. അപ്പോൾ നല്ല അടിപൊളി അച്ചാറാണ്. അത് 1 മാസം വരെയൊക്കെ നമുക്ക് പുറത്തൊക്കെ വെച്ച് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി അച്ചാറായിരുന്നു നാരങ്ങ അച്ചാർ. അപ്പോൾ ഈ അച്ചാർ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എന്നെ അറിയിക്കാനും മറക്കരുത്. ഇപ്പോൾ 1 മിനിറ്റ് ഇതൊന്നും ഇങ്ങനെ ഇരിക്കട്ടെ. ഇത്രയും മതി. നമ്മുടെ ശർക്കരയൊക്കെ മെൽറ്റായിട്ടുണ്ട്, എണ്ണയൊക്കെ കണ്ടോ സൈഡിൽ നിന്നൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ ഒരു ഈത്തപ്പഴ അച്ചാറിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഒരുപാട് ചാറൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെയൊക്കെ ഈത്തപ്പഴ അച്ചാർ ഉണ്ടാവുക. അപ്പോൾ ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മളിത് ഏതൊരു ബോട്ടിലാണോ ഇട്ട് വയ്ക്കുന്നത് അതിലേക്ക് മാറ്റിയാൽ മതി. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ മൺചട്ടിയിൽ നിന്ന് നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ അച്ചാർ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മളെ ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.